കേരളത്തിലൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷന് കേരള സ്റ്റേറ്റ് മെൻ്റൽ ഹെൽത്ത് അതോറിറ്റിയിൽ അസിസ്റ്റൻ്റ്, അതേപോലെ സ്റ്റെനോ ടൈപ്പിസ്റ്റ്, അതേപോലെ ഓഫീസ് അറ്റൻഡൻറ്റ് എന്നീ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് മെൻ്റൽ ഹെൽത്ത് അതോറിറ്റിക്ക് വേണ്ടി കേരള ഗവൺമെൻറ്റിന് കീഴിലുള്ള ഓട്ടോണമസ് സ്ഥാപനമായ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് തിരുവനന്തപുരം CMD തിരുവനന്തപുരം നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് CMDയുടെ വെബ്സൈറ്റ് www.cmd.kerala.gov.in സൈറ്റ് ലഭ്യമാണ്. ഈ സൈറ്റ് വഴി നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. വേക്കൻസികൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് അസിസ്റ്റൻ്റാണ്. കണ്ണൂരാണ് ഒരു വേക്കൻസി ഉള്ളത്. ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമുള്ളവർക്കിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. 45 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. പ്രതിമാസം 32,550 രൂപ ശമ്പളമായിട്ട് ലഭിക്കും. രണ്ടാമത്തെ പോസ്റ്റ് സ്റ്റെനോ ടൈപ്പിസ്റ്റാണ്. 2 വേക്കൻസിയുള്ളത്. ഒന്ന് തൃശ്ശൂരും ഒന്ന് കണ്ണൂരുമായിരിക്കും. വേണ്ട യോഗ്യത 10ാം ക്ലാസ് വരെ, അതുപോലെ 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതോടൊപ്പം ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള ടൈപ്പ് റൈറ്റിംഗ് KGT അല്ലെങ്കിൽ MGT ലോവർ പാസ്സായിരിക്കണം. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അറിഞ്ഞിരിക്കണം. അതുപോലെ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം പാസ്സായിരിക്കണം. ലോവർ പാസ്സായി മതിയാവും. ഇതിലേക്ക് 45 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ റിട്ടയർ ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് 62 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശമ്പളം പ്രതിമാസം 23,410 രൂപ ആയിരിക്കും ലഭിക്കുക. മൂന്നാമത്തെ പോസ്റ്റ് ഓഫീസ് അറ്റൻഡൻ്റാണ്. വേണ്ട യോഗ്യത 7ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. 45 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. പ്രതിമാസം 19,310 രൂപ ശമ്പളമായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപേക്ഷാ ഫീസ് 600 രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ. എന്നാൽ SC കാൻഡിഡേറ്റ് ആണെങ്കിൽ 300 രൂപ മതിയാവും. താല്പര്യമുള്ളവർ www.cmd.kerala.gov.in സൈറ്റ് വഴി നിങ്ങൾക്ക് 2025 നവംബർ 5 വരെ അപേക്ഷിക്കാൻ കഴിയും. അധിക സമയമില്ല. താല്പര്യമുള്ളവർ എത്രയും വേഗം അപേക്ഷിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ഡെസ്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. 0471232010 നമ്പർ വിളിച്ചിട്ട് 237 അല്ലെങ്കിൽ 250 എക്സ്റ്റൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫീസ് ടൈമിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. താല്പര്യമുള്ള ഒരു അവസരം പരമാവധി എടുത്ത്. താങ്ക് യു.